Hi everyone, it's me Rafika City. Welcome to Learn to Study. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ ബികോം BBA പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ബികോമിൻ്റെ സ്ട്രക്ചറാണ് പറയാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ബികോമിന് വരുന്നത് ഇൻറ്റേർണൽ മാർക്ക് 15 മാർക്സ് ആണ്, എക്സ്റ്റേണൽ 60 മാർക്സ് ആണ്. അതായത് എക്സ്റ്റേണൽ വൈവ 60 മാർക്കിനായിരിക്കും നമുക്ക് എക്സ്റ്റേണൽ വൈവ വരുന്നത്, 15 മാർക്കായിരിക്കും ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് നൽകാൻ നമുക്ക് ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ അടുത്ത് അത് പറയും, നിങ്ങളുടെ ഗൈഡുമാർ പറയും എങ്ങനെയാണ് ഇൻറ്റേർണൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുള്ളത്. ഇൻറ്റേർണൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ വൈവ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ വൈവ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു എക്സ്റ്റേണൽ വൈവൻ്റെ ഒരു മോക്ക് വൈവയും കൂടെയാണ്. അതായത് നമുക്ക് എങ്ങനെ എക്സ്റ്റേണൽ വൈവക്ക് അറ്റൻഡ് ചെയ്യാം എന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവിടെ ബിഹേവ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നൊക്കെ ഈ ഇൻറ്റേർണൽ വൈവയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ കുറേ ഡീറ്റെയിൽസ്, ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിൻ്റെ റൂൾസ് വരുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിൻ്റെ സിലബസിൽ പ്രൊജക്റ്റ് റിപ്പോർട്ടിനെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ ഫോർ ഡൂയിങ് ദി പ്രൊജക്റ്റ് ദി സ്റ്റുഡൻസ് മേ ചൂസ് എനി ടോപ്പിക് ഏരിയാസ് ഫ്രം ദി സബ്ജക്റ്റ് ഹി ഓർ ഷീ ഹാസ് സ്റ്റഡീഡ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യുന്ന പ്രൊജക്റ്റ് ടോപ്പിക് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദി കാൻഡിഡേറ്റ് ഷോൾ പ്രിപ്പയർ ആൻഡ് സബ്മിറ്റ് എ പ്രൊജക്റ്റ് റിപ്പോർട്ട് ടു ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് അത് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യണം. ദെൻ ദി റിപ്പോർട്ട് ഷാൾ ബി, റിപ്പോർട്ട് എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്, ഇറ്റ് ഷാൾ ബി ഇൻ ഇംഗ്ലീഷിലായിരിക്കണം, വിത്ത് നോട്ട് ലെസ് ദാൻ 30 പേജസ്. 30 പേജിൽ കുറയാൻ പാടില്ല. അപ്പോൾ 30 പേജ് അതിൽ കൂടുതലായിരിക്കണം. അത് പ്രിൻറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ടൈപ്പ്ഡ് ആയിരിക്കണം, A4 സൈസ് ആയിരിക്കണം. അതായത് അതിൻ്റെ പേപ്പർ സൈസ് എന്ന് പറയുന്നത് A4 ആയിരിക്കണം. ദെൻ 1.5 ലൈൻ സ്പേസിങ്. അപ്പോൾ ഓരോ വേർഡ് സെൻറ്റൻസ് തമ്മിലുള്ള, ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ സെൻറ്റൻസും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഇടയിലുള്ള ഗ്യാപ്പ്, അതാണ് ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്. അത് 1.5 ആയിരിക്കണം. അത് നമ്മളുടെ വേർഡിൽ ലൈൻ സ്പേസിങ് ഉണ്ടാവും. ഇപ്പോൾ ജസ്റ്റിഫൈ ഒക്കെ ചെയ്യുന്ന അവിടെയായിട്ട് ഫോണ്ടിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെയായിട്ട് ലൈൻ സ്പേസിങ് ഉണ്ടാവും. അത് 1.5. അപ്പോൾ 1.5 കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1.15 ഉണ്ട്, 1.5 ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ടത് 1.5 ആണ്, അതായത് 1.50. ദെൻ ഫോണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് ടൈംസ് ന്യൂ റോമനാണ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ഡാറ്റ ടൈംസ് ന്യൂ റോമനിലായിരിക്കണം. ഫോണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 14 ആണ്. 14 കുറച്ച് കൂടുതലായിരിക്കും സൈസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ 12 ആണ്, സൈസ് 12 ആണ്. അപ്പം നമ്മളൊരു 12 കൊടുത്താലും മതി. ഓക്കെ, അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇതിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, എങ്ങനെയാണ് നമ്മളൊരു പ്രൊജക്റ്റ് റിപ്പോർട്ടിൽ അതിൻ്റെ ഫോണ്ട് എന്തായിരിക്കണം, അത് ഓരോ സെൻറ്റൻസുകളും തമ്മിലുള്ള സ്പേസ് എത്രയാണ് വരേണ്ടത്, ആ ഫോണ്ടിൻ്റെ സൈസ് എത്രയാണ്, അതിൻ്റെ പേപ്പർ സൈസ് എത്രയാണ് വേണ്ടത്, എങ്ങനെയായിരിക്കണം അത് സ്പൈറൽ ബൈൻഡ് ചെയ്യണം, എത്ര കോപ്പി സ്പൈറൽ ബൈൻഡ് ചെയ്യണം, ഇതെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിൽ പറയുന്നത് പ്രൊജക്ട് ഷുഡ് ബി സബ്മിറ്റഡ് ടു ദി ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനാണ്, അതായത് HODക്കാണ് നമ്മളിത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, 1 വീക്ക് ബിഫോർ ദി ലാസ്റ്റ് വർക്കിംഗ് ഡേ ഓഫ് ദി 6th സെമസ്റ്റർ. 6th സെമസ്റ്ററിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേൻ്റെ ഒരാഴ്ച മുമ്പ്. അപ്പോൾ നമുക്ക് എക്സാം ഡേറ്റ് ഒക്കെ വരും. അപ്പോൾ മാർച്ചിൽ നമുക്ക് എക്സാം ഡേറ്റ് വരുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ അനുബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ സ്റ്റഡി ലീവിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് സബ്മിറ്റ് ചെയ്യണം, പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഈ പ്രൊജക്റ്റ് റിപ്പോർട്ട് ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദി ഗൈഡ് ആണ്. അപ്പോൾ ഗൈഡ് അത് സർട്ടിഫൈ ചെയ്യണം. ഇനി നമുക്ക് ഇൻറ്റേർണൽ മാർക്ക് 15 ആണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇൻറ്റേർണൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇനി പ്രൊജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ പ്രൊജക്റ്റ് വർക്ക് ഷാൾ ഹാവ് ദി ഫോളോയിങ് സ്റ്റേജസ്. പ്രൊജക്റ്റ് വർക്കിന് ഉണ്ടാവേണ്ട സ്റ്റേജസ് ആണ് ഈ പറയുന്നത്. ഒന്ന്, പ്രൊജക്റ്റ് പ്രൊപ്പോസൽ പ്രസൻറ്റേഷൻ. നമ്മളൊരു പ്രൊജക്റ്റ് ടോപ്പിക്കൊക്കെ സെലക്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ട് ചെറിയൊരു പ്രൊപ്പോസലൊക്കെ തയ്യാറാക്കിയിട്ട് അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ആ പ്രൊജക്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഗൈഡ് ആക്സെപ്റ്റ് ചെയ്യും. ഗൈഡ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റ് ഗൈഡ് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ടീച്ചേഴ്സ് അത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാം. ദെൻ നമുക്ക് ഫീൽഡ് വർക്ക് ആൻഡ് ഡാറ്റ അനലൈസിസ് ആണ്. ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്യുക. ക്വസ്റ്റ്നെയറൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്നെയർ കൊടുത്ത് നമ്മൾ ഡാറ്റ കളക്ഷൻ ചെയ്തിട്ട് ആ കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതാണ് ഫീൽഡ് വർക്ക് ആൻഡ് ഡാറ്റ അനലൈസിസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ്.
ദെൻ ഡ്രാഫ്റ്റ് പ്രൊജക്റ്റ് റിപ്പോർട്ട് പ്രസൻറ്റേഷൻ. റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം ഫസ്റ്റ് ഒരു കോപ്പി നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഡ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അത് ഗൈഡിന് സബ്മിറ്റ് ചെയ്യുക, അത് പ്രസൻറ്റ് ചെയ്യുക. ദെൻ ഗൈഡ് അത് ഓക്കെയാണ്, ഇതിൽ തെറ്റൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പക്കയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഗൈഡ് നിങ്ങളുടെ ആ ഒരു കോപ്പി, ഇപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ സബ്മിറ്റ് ചെയ്യും, ഫസ്റ്റ് ഡ്രാഫ്റ്റ് സബ്മിറ്റ് ചെയ്യും. അപ്പോൾ ഓരോ സമയത്തും, അതായത് നമ്മൾ ഓരോ ചാപ്റ്റർ ഉണ്ടാക്കുമ്പോഴും നമ്മളത് സബ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൽ ഓരോന്നും നമ്മൾ ഗൈഡിന് സബ്മിറ്റ് ചെയ്യാം. ഗൈഡുമാർ അത് പറയും. അപ്പോൾ ഗൈഡിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ സ്പോട്ടിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ 5 ചാപ്റ്റർ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ ഫൈനൽ പ്രൊജക്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വലിയ തെറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓരോന്നും നമ്മൾ പക്കയായിട്ട് പഞ്ചലായിട്ട് ചെയ്യാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണു. ഗൈഡ് അതൊക്കെ ഓക്കെയാണ്, ക്ലിയർ ആണ്, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഗൈഡ് തിരുത്തി തരും. ഇപ്പോൾ എന്തെങ്കിലും അലൈൻമെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബോഡിയിൽ തന്നെ അതിൻ്റെ പാർട്ടിൽ തന്നെ എന്തെങ്കിലും കണ്ടന്റിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഗൈഡ് തിരുത്തി തരും. അതനുസരിച്ചിട്ട് നമ്മളത് ശരിയാക്കിയതിന് ശേഷം ഫൈനൽ പ്രൊജക്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ 2 കോപ്പിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യാനും ഒരു കോപ്പി നമ്മളുടെ കയ്യിൽ വെക്കാനും. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ വെക്കുന്ന കോപ്പി നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രൊജക്റ്റ് എക്സ്റ്റേണൽ വൈവക്ക് വരുമ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഒരു കോപ്പി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലും സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, അത്രയാണ് ഇതിൽ വരുന്നത്. ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞു 3 വീക്സ് പ്രൊജക്റ്റ് ആണ്. ഇനി സർട്ടിഫിക്കറ്റ് വേണം. ഇപ്പം നിങ്ങൾ ജനറൽ പ്രൊജക്റ്റ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൈഡിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം മതി. അല്ല നിങ്ങളൊരു ഓർഗനൈസേഷനിൽ പോയിട്ടാണ് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനീൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, നമ്മൾ പറഞ്ഞു ഇൻറ്റേർണൽ വരുന്നത് 15 മാർക്സിനാണ്, എക്സ്റ്റേണൽ 60 മാർക്സിനാണ്. അപ്പോൾ പ്രൊജക്റ്റിൽ നമുക്ക് ഈ 75 മാർക്കും നമ്മളുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ പക്കയായിട്ട് പഞ്ചലായിട്ട് പ്രൊജക്റ്റൊക്കെ ഗൈഡിന് അതത് ടൈമിൽ സബ്മിറ്റ് ചെയ്ത് ക്വസ്റ്റ്യനെയറൊക്കെ സബ്മിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഓരോ ചാപ്റ്റേഴ്സൊക്കെ സബ്മിറ്റ് ചെയ്ത് നമ്മൾ പഞ്ചലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ 15 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇനി വൈവാക്ക് നമ്മൾ പ്രൊജക്റ്റ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക, കോപ്പി അടിക്കാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമുക്ക് ബൈ ഹാർട്ടായിരിക്കും. ദെൻ നമ്മളത് ഒന്ന് നന്നായി പഠിച്ച് വൈവക്ക് പോകുമ്പോൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് 60 മാർക്കും സ്കോർ ചെയ്യാം. അപ്പോൾ ഇതിൽ 75 മാർക്കും നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞു 30 പേജ് മിനിമം വേണം, നോട്ട് ലെസ് ദാൻ 30 പേജാണ്. അപ്പോൾ എന്തായാലും 30 പേജിൽ കുറയാൻ പാടില്ല, 30 പേജോ അതിൽ കൂടുതലാവണം. ദെൻ സ്പൈറൽ ബൗണ്ട് ആയിരിക്കണം. അതേപോലെ 2 കോപ്പിയാണ് നമ്മൾ സ്പൈറൽ ബൈൻഡ് ചെയ്യേണ്ടത്. ഒരു കോപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ സബ്മിറ്റ് ചെയ്യുക, ഒരു കോപ്പി നമ്മളുടെ കയ്യിൽ വെക്കുക. ഓക്കെ, ദെൻ ഫോണ്ട് സ്റ്റൈൽ നമ്മൾ പറഞ്ഞു എന്താണ്, ടൈംസ് ന്യൂ റോമൻ ആണ്. ഫോണ്ട് സൈസ് 12 കൊടുക്കണമായിരിക്കും നല്ലത്. ഇനി ഇവിടെ ഈ ഫോണ്ട് സൈസ് കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മെയിൻ ഹെഡിങ്സ് ഒക്കെ കൊടുക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫസ്റ്റ് പേജിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഒരു 16 സൈസിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പ്രസൻറ്റേഷൻ നന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മൾ എങ്ങനെയാണ് ആ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്, നമ്മൾ അതിൽ നല്ല അലൈൻമെൻറ്റും നല്ല കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രസൻറ്റേഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ. അപ്പോൾ ആ ഒരു പ്രസൻറ്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആ പ്രൊജക്റ്റിന് നല്ല മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മെയിൻ ഹെഡിങ് കൊടുക്കുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് മെയിൻ ഹെഡിങ് ആണെന്നുണ്ടെങ്കിൽ ഇത് 16 ബോൾഡിൽ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. ദെൻ ഇതിൻ്റെ സബ്ബായിട്ട് ഒരു ഹെഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 14 സൈസിൽ കൊടുക്കുക. അതായത് അതിന് 2 കുറഞ്ഞിട്ട് ബോൾഡ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. ഇനി ഇതിനും സബ് ഹെഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 12 സൈസിൽ ബോൾഡ് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൊജക്റ്റ് കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ആ ഭംഗി കൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ടാവും, മാർക്ക് കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. പ്രസൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫോണ്ട് സൈസും സ്റ്റൈലും ഒക്കെ നമ്മൾ പറഞ്ഞു, ലൈൻ സ്പേസിങ്ങും പറഞ്ഞു. ഇപ്പോൾ ഈ 3 ലൈന് തമ്മിലുള്ള സ്പേസ്, ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഗ്യാപ്പാണ് 1.5 വേണമെന്ന് പറയുന്നത്. ഡ്യൂറേഷൻ 3 വീക്സ് ആണ്. അപ്പോൾ ഇതാണ് ബികോമിൻ്റെ ഒരു മെയിനായിട്ട് വരുന്ന റൂൾസ്. ഇനി ഇതിൽ സ്ട്രക്ചർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ബികോമിൻ്റെ സ്ട്രക്ചർ ഓഫ് ദി റിപ്പോർട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ടൈറ്റിൽ പേജാണ്. ടൈറ്റിൽ പേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സ്റ്റഡീൻ്റെ പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് കാണിക്കണം. എ സ്റ്റഡി ബേസ്ഡ് ഓൺ ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഇന്ന കമ്പനീൻ്റെ ഒരു പേരും കൊടുക്കുക. ദെൻ ഫോർ ദി പാർഷ്യൽ ഫുൾഫിൽമെൻറ്റ് ഓഫ് ദി ഡിഗ്രി ഓഫ് ബാച്ചലർ ഓഫ് കൊമേഴ്സ് submitted to Calicut University, submitted by
ഇന്ന ആള്, ദെൻ അണ്ടർ ദി ഗൈഡൻസ് ഓഫ് നിങ്ങളുടെ സൂപ്പർവൈസർ അല്ലെ ഗൈഡിൻ്റെ പേരെന്താണോ അദ്ദേഹത്തിൻ്റെ പേരും ഡീറ്റെയിൽസൊക്കെ നൽകുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ടൈറ്റിൽ പേജിൽ വരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ദെൻ ടൈറ്റിൽ പേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡിക്ലറേഷൻ ഓഫ് ദി സ്റ്റുഡൻ്റ് ആണ്. ദെൻ അതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഫ്രം ദി സൂപ്പർവൈസിങ് ടീച്ചർ. സൂപ്പർവൈസിങ് ടീച്ചർ എന്ന് പറയുന്നത് ഗൈഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം നമ്മൾ ജനറലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗൈഡിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ കമ്പനി നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും, അതും കൂടെ വെക്കുക. രണ്ടും വെച്ചാലും കുഴപ്പമില്ല. ദെൻ അക്നോളജ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് കണ്ടൻസ് ആണ്. ദെൻ നമ്മളൊരു കണ്ടന്റ് പേജും കൂടെ കൊടുക്കണം, ഒരു ഉള്ളടക്കം കണ്ടന്റ് പേജും കൂടെ കൊടുക്കണം. അതിന് ശേഷം ലിസ്റ്റ് ഓഫ് ടേബിളും ലിസ്റ്റ് ഓഫ് ചാർട്ടും കാണിക്കണം. എന്നിട്ടാണ് ബോഡി പാർട്ടിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈ 5 ചാപ്റ്ററും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ ബോഡി. ഇത് പ്രിലിമിനറി സെക്ഷൻ ആണ്, ഇത് മെയിൻ ബോഡിയാണ്. ഈ അപ്പൻഡിക്സും ബിബ്ലിയോഗ്രഫിയും കൺക്ലൂഷൻ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ മെയിൻ പ്രിലിമിനറി സെക്ഷനിലാണ് എന്ത് വരിക? ടൈറ്റിൽ പേജ്, ഡിക്ലറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് ദി ഗൈഡ്, അതേപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ സർട്ടിഫിക്കറ്റ്, അക്നോളജ്മെൻറ്റ്, കണ്ടന്റ് പേജ്, ലിസ്റ്റ് ഓഫ് ടേബിൾ, ലിസ്റ്റ് ഓഫ് ചാർട്ട്, ഇത്രയും കാര്യങ്ങൾ വേണം. അതേപോലെ തന്നെ മെയിൻ ബോഡിയിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ. ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെ കൊടുക്കണം? ഓർഗനൈസേഷൻ്റെ പ്രൊഫൈല്, റിസർച്ച് പ്രോബ്ലം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി, റിസർച്ച് മെത്തഡോളജി, ഇതൊക്കെ കാണിക്കണം. ചാപ്റ്റർ 2 റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. ദെൻ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, ചാപ്റ്റർ 4 ഡാറ്റ അനലൈസിസ്, ചാപ്റ്റർ 5 ഫൈൻഡിങ്സ്, സജഷൻ ആൻഡ് കൺക്ലൂഷൻ. ദെൻ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കാണിക്കേണ്ടത് അപ്പൻഡിക്സ് ആണ്. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിന് സഹായിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ അപ്പൻഡിക്സിൽ കാണിക്കുന്നത്. അതായത് ക്വസ്റ്റ്യർ വെച്ചിട്ട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യണം, അപ്പോൾ ക്വസ്റ്റ്യർ കാണിക്കണം. ഇനി സ്പെസിമെൻ കോപ്പീസ് ഓഫ് ഫോംസ്, എന്തെങ്കിലും ഫോംസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോംസിൻ്റെ കോപ്പീസ്, വേറെ എന്തെങ്കിലും എക്സിബിറ്റ്സ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ, ഇപ്പോൾ ബാലൻസ് ഷീറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ടോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയൊക്കെ വെക്കുക. ദെൻ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ ബുക്സ് അല്ലെങ്കിൽ ജേർണൽസ് ആർട്ടിക്കിളൊക്കെയാണോ നമ്മൾ റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്തത്, അതാണ് ഇതിൽ കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ, അതായത് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് കാണിക്കേണ്ടത്? ഒന്ന് ഇൻട്രൊഡക്ഷൻ ടു ദി സ്റ്റഡി, അതായത് ടോപ്പിക്കിനെ കുറിച്ചിട്ട്, നമ്മളുടെ പ്രൊജക്റ്റ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. രണ്ടാമത്തേത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോബ്ലം ആണ്. പ്രോബ്ലത്തിനെ കുറിച്ചിട്ട്, അതായത് പ്രൊജക്റ്റ് ടോപ്പിക്കിനെ ഒന്ന് അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. ദെൻ നമ്മളുടെ പ്രൊജക്റ്റ് സ്റ്റഡീൻ്റെ ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്റ്റഡി. ദെൻ അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഓഫ് ദി സ്റ്റഡി, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ദെൻ അതിൻ്റെ സ്കോപ്പ്, ഫർദർ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ട്, നമുക്ക് PhDക്കൊക്കെ സ്കോപ്പുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ, അതായത് ഒരു പ്രൊജക്റ്റ് ടോപ്പിക്കാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അതിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാണിക്കാം. ദെൻ ഈ പ്രൊജക്റ്റിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ 3 weeks ആണ് നമ്മളുടെ പ്രൊജക്റ്റ് ഡ്യൂറേഷൻ, അതൊരു ലിമിറ്റേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ലിമിറ്റേഷൻ ഓഫ് ദി സ്റ്റഡി കാണിക്കാം. ദെൻ നെക്സ്റ്റ് നമ്മളിതിൽ കാണിക്കേണ്ടത് റിസർച്ച് മെത്തഡോളജിയാണ്. റിസർച്ച് മെത്തഡോളജി പറഞ്ഞാൽ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിസർച്ച് ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമ്മളൊരു ഓർഗനൈസേഷനിലാണ് പ്രൊജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ കമ്പനീൻ്റെ പ്രൊഫൈല് കാണിക്കുക. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. നെക്സ്റ്റ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മളുടെ പ്രൊജക്റ്റ് ടോപ്പിക്കിനെ കുറിച്ചിട്ട് വേറെ ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ, ആ ടോപ്പിക്കിൽ റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അവരുടെ ഒരു റിസൾട്ട് ഉണ്ടാവും, അപ്പോൾ ഒരു ഫൈനൽ കൺക്ലൂഷൻ ഉണ്ടാവും. അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ആ റിസർച്ച് ചെയ്തിട്ടുള്ള ആളുടെ പേര്, അയാളുടെ റിസർച്ചിൻ്റെ ടോപ്പിക്ക്, അതേപോലെ തന്നെ ആ റിസർച്ചിൽ നിന്ന് അയാൾ കണ്ടെത്തിയിട്ടുള്ളത് എന്താണ്, അത് നമ്മൾ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ ഇസ് ദി ഡോക്യുമെൻറ്റേഷൻ ഓഫ് എ കോംപ്രിഹെൻസീവ് റിവ്യൂ ഓഫ് ദി പബ്ലിഷ്ഡ് ആൻഡ് അൺപബ്ലിഷ്ഡ് വർക്ക് ഫ്രം സെക്കൻഡറി സോഴ്സ് ഓഫ് ഡാറ്റ. അപ്പോൾ നമുക്ക് സെക്കൻഡറി സോഴ്സിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുക. നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൊജക്റ്റുകൾ കിട്ടും, പ്രൊജക്റ്റ് ടോപ്പിക്കുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫീൽഡിലാണോ, ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സിലാണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് ടോപ്പിക് ബേസ്ഡ് ഓൺ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിലേറ്റഡ് ടു ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് PDF ഫയലായിട്ടും അല്ലാതെയൊക്കെ ഒരുപാട് പ്രൊജക്റ്റ് ടോപ്പിക്കുകൾ കിട്ടും. പ്രൊജക്റ്റ് ആയിട്ട് തന്നെ കിട്ടും, പ്രൊജക്റ്റിൻ്റെ PDF തന്നെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് നോക്കുക. അപ്പോൾ അതിന് നമുക്കൊരു കൺക്ലൂഷൻ, ഇപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റിനെ കുറിച്ച് മുന്നേ ആരെങ്കിലും
സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാനാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് റിസർച്ച് മെത്തഡോളജി. എക്സ്റ്റേണൽ വൈവക്ക് ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനും ചോദിക്കും കേട്ടോ. പിന്നെ ഡാറ്റ അനലൈസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആയെന്നും ചോദിക്കും. ഓക്കെ, ഫൈൻഡിങ്സ്, സജഷൻ, കൺക്ലൂഷൻ അതും ചോദിക്കും. അപ്പോൾ റിസർച്ച് മെത്തഡോളജിയിൽ നമ്മൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? ഒന്ന്, റിസർച്ചിൻ്റെ മീനിങ്, ജസ്റ്റ് റിസർച്ച് എന്താണെന്ന് കൊടുക്കുക. ടൈപ്പ് ഓഫ് റിസർച്ച്, അതായത് നമ്മൾ ഈ പ്രൊജക്റ്റിൽ നമ്മൾ ഏത് ടൈപ്പ് റിസർച്ചാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ, ഈ പ്രൊജക്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിസർച്ച് ഡിസൈൻ ഏതാണ്. ദെൻ സാമ്പിളിംഗ് മെത്തേഡ്, അപ്പോൾ ക്വസ്റ്റ്യനെയർ നമ്മൾ എന്തായാലും തയ്യാറാക്കും. അപ്പോൾ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ സാമ്പിളിനെ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ സാമ്പിളിന് ചൂസ് ചെയ്തത് ഏത് മെത്തേഡ് വെച്ചിട്ടാണ്? ഇപ്പോൾ റാൻഡം സാമ്പിൾ മെത്തേഡാണോ, അതേപോലെ തന്നെ നോൺ റാൻഡം സാമ്പിൾ മെത്തേഡാണോ, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഏത് മെത്തേഡാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തെന്നുള്ളത്. ദെൻ സാമ്പിൾ സൈസ്, എത്ര പേരിൽ നിന്നാണ് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്? ഇപ്പോൾ 50 റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ സാമ്പിൾ സൈസ് 50 ആണ്. ദെൻ ഡാറ്റ കളക്ഷൻ ടൂൾസ്, ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ സർവേ ഉണ്ടാവും, ക്വസ്റ്റ്യനെയർ ഉണ്ടാവും, ഇൻ്റർവ്യൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിക്കാം. ദെൻ ഡാറ്റ അനലൈസിസ്, ഡാറ്റ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ടേബിൾസ് ഉണ്ടാവും, ചാർട്ട്സ് ഉണ്ടാവും. ഇനി ചാർട്ടിൽ നമ്മൾ യൂസ് ചെയ്ത ചാർട്ട്, ഇപ്പോൾ പൈ ചാർട്ട്, ബാർ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ഇങ്ങനെയുള്ള ചാർട്ടുകളൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ കാണിക്കാനാണ് ഡാറ്റ അനലൈസിസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഡാറ്റ അനലൈസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്ത് പ്രസൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ അനലൈസ് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് ഡാറ്റ അനലൈസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡാറ്റ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ, ഡാറ്റ അനലൈസിസ് എന്ന് പറയുമ്പോൾ അവിടെ ടേബിളും ചാർട്ടും ഇൻ്റർപ്രിട്ടേഷനും തയ്യാറാക്കുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതൊക്കെ ടൂൾസാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഈ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ കാര്യങ്ങൾ കാണിക്കാനാണ് റിസർച്ച് മെത്തഡോളജിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മൾ 5 മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ട് BRMൽ. ഏതൊക്കെയാണ്? ഒബ്സർവേഷൻ, ക്വസ്റ്റ്യനെയർ, സർവേ, ഇൻ്റർവ്യൂ, ഷെഡ്യൂൾ. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. നമ്മൾ നേരിട്ട് പോയിട്ട് ആരുടെ അടുത്തു നിന്നാണോ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യേണ്ടത് അവരോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക, ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുക. 3 ഇൻഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ ആണ്. നമ്മൾ ഫോണിലൂടെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കണതാണ് ഇൻഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ. 4 സർവേ ആണ്. ക്വസ്റ്റ്യനെയർ കൊടുത്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ സർവേ പറയുന്നത്. 5 ഷെഡ്യൂൾ, നമ്മളൊരു ഇൻ്റർവ്യൂ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. ഒബ്സർവേഷനിലൂടെ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്യാം. ഓക്കെ, അതാണ് മെത്തേഡ്സ് ഓഫ് കളക്ടിങ് പ്രൈമറി ഡാറ്റ. ഇനി സെക്കൻഡറി ഡാറ്റ, നമുക്ക് ഇപ്പോൾ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈമറി ഡാറ്റ മാത്രമേ യൂസ് ചെയ്യാം, സെക്കൻഡറി ഡാറ്റ മാത്രമേ യൂസ് ചെയ്യാം. പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി ഡാറ്റയും യൂസ് ചെയ്യുക, സെക്കൻഡറി ഡാറ്റയും യൂസ് ചെയ്യുക, രണ്ടിൻ്റെയും കോമ്പിനേഷൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സെക്കൻഡറി ഡാറ്റ കിട്ടുക? ഒന്ന് പബ്ലിഷ്ഡ് സോഴ്സ് എന്നും, 2 അൺപബ്ലിഷ്ഡ് സോഴ്സ് എന്നും. പബ്ലിഷ്ഡ് സോഴ്സ് പറയുമ്പോൾ ബുക്സ്, ജേർണൽസ്, മാഗസിൻ, പേപ്പർ, ഈ വക കാര്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് പബ്ലിഷ്ഡ് ഡാറ്റ. അൺപബ്ലിഷ്ഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അൺപബ്ലിഷ്ഡ് ഡാറ്റ. ഓക്കെ, നെക്സ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ്. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ വരുന്നത്? ഒന്ന് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ. ഡാറ്റ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആവശ്യമില്ലാത്തൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് എഡിറ്റിംഗ് ഓഫ് ഡാറ്റ. 2 ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ. നമ്മൾ ഡാറ്റേനെ തരംതിരിക്കുക, ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും. ആ ക്വസ്റ്റ്യനെയറിൽ ഒരു 1 to 10 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനെയും നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യന് നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കണോ, അതിന് എത്ര റെസ്പോൺസ് കിട്ടി, അതിൻ്റെ ഒരു ടേബിൾ നമ്മൾ തയ്യാറാക്കണം. ദെൻ ഈ ടേബിളിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ചാർട്ട് നമ്മൾ തയ്യാറാക്കണം. ദെൻ ഈ ടേബിളും ചാർട്ടിനെയും ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കണം. ദാറ്റ് ഈസ് ഫ്രം ദി എബോവ് ചാർട്ട് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതായത് ക്ലാസിഫൈ ചെയ്യുന്നതാണ് ക്ലാസിഫിക്കേഷൻ. ടാബുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടേബിളാക്കി മാറ്റണതാണ്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഗ്രാഫായിട്ട് മാറ്റുക, ദെൻ ഇൻ്റർപ്രിട്ടേഷനും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൊജക്റ്റിനെ കുറിച്ചിട്ടൊരു ഓവറോൾ ഒരു ഐഡിയ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് കിട്ടുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റിൻ്റെ ടോപ്പിക്ക് കിട്ടുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെറ്റിലൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ടോപ്പിക്സ് കിട്ടും. അപ്പോൾ അതിൽ നമ്മളൊരു ടോപ്പിക്ക് നോക്കുക. അപ്പോൾ നോക്കിയിട്ട് നമുക്ക് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുമ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് BCom മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്കിനി ഇതിൽ കുറച്ച് ടോപ്പിക്സ് നോക്കാം. ദാറ്റ് ഈസ് ടോപ്പിക്സ് റിലേറ്റഡ്
റിലേറ്റഡ് ടു ഫിനാൻസ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്സ് റിലേറ്റഡ് ടു മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ പൊട്ടൻഷ്യൽ അനലൈസിസ് ഓഫ് ദി മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഓഫ് എ പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ബ്രാൻഡ് പ്രൊഡക്റ്റ്, ഇതൊക്കെ നമുക്ക് ചെയ്യാം. മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ വേറൊരു ടോപ്പിക്കാണ്. സെയിൽസ് അനലൈസിസ് വേറൊരു ടോപ്പിക്കാണ്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വേറൊരു ടോപ്പിക്കാണ്. ന്യൂ പ്രൊഡക്റ്റ് കൺസെപ്റ്റ് വേറെ ടോപ്പിക്കാണ്. അഡ്വർടൈസിങ് റിസർച്ച്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇത് ഒരുപാട് പേര് എപ്പോഴും ചെയ്യുന്നതാണ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ അല്ലെങ്കിൽ കസ്റ്റമർ ബിഹേവിയർ അല്ലെങ്കിൽ ബയർ ബിഹേവിയർ, ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കുകളാണ് മാർക്കറ്റിങ്ങിൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് HR റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പിനെ ബേസ് ചെയ്തിട്ട്, ലീഡർഷിപ്പ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. മൊറൽ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ മൊറയിലും ജോബ് സാറ്റിസ്ഫാക്ഷനും തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ് സ്റ്റഡി ബേസ്ഡ് ഓൺ ദി മൊറൽ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു എ പെർട്ടിക്കുലർ കമ്പനി, അങ്ങനെ നമുക്ക് ചെയ്യാം. ദെൻ എംപ്ലോയി പ്രൊഡക്ടിവിറ്റി വേറൊരു ടോപ്പിക്കാണ്. ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ് വേറൊരു ടോപ്പിക്കാണ്. ആബ്സെൻറ്റീസം ആൻഡ് ടേൺ ഓവർ, കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഒരുപാട് പേര് പ്രൊജക്റ്റ് ചെയ്യുന്നതാണ് HR എന്ന് പറയുന്നത്. അപ്പോൾ എഫക്റ്റീവ്നെസ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒരു ടോപ്പിക്കാണ്. എഫക്റ്റീവ്നെസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ വേറൊരു ടോപ്പിക്കാണ്. റിവാർഡ് ആൻഡ് റെക്കഗ്നീഷൻ, ഈ റിവാർഡും റെക്കഗ്നീഷനും നമുക്ക് കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താം. ഇപ്പോൾ റിവാർഡും റെക്കഗ്നീഷനും ബേസ് ചെയ്തിട്ട് ഇപ്പോൾ വേറൊരു ടോപ്പിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ റിവാർഡും റെക്കഗ്നീഷനും എംപ്ലോയീസിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഒരു ടോപ്പിക്ക് നമുക്ക് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് മോട്ടിവേഷൻ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ, ഇതേപോലത്തെ വേറൊരു ടോപ്പിക്കാണ്. വെദർ മോട്ടിവേഷൻ ഹെൽപ്സ് ടു ഇൻക്രീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് എംപ്ലോയീസ്. നെക്സ്റ്റ് ഗ്രീവൻസ് ആൻഡ് റിഡ്രസൽ ആണ്. അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യനർ നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സെക്കൻഡറി ഡാറ്റകളുണ്ട്, അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് BCom റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസും എങ്ങനെയാണ് നമുക്ക് ടോപ്പിക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടുതലും എനിക്ക് വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രൊജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കുക, ആൻസർ ചെയ്യുന്നതാണ് കേട്ടോ, റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു.